ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രേവതി സാധനം മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോവാണ്. അവിടെ വെച്ചിട്ട് രേവതിയുടെ അമ്മയെ കാണാണ്. അമ്മ എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ഓഫീസിൽ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ടേ. നീ എങ്ങോട്ടാ മോളെ, നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അമ്മേ, ഞാൻ മാർക്കറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സച്ചി വന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ലക്ഷ്മി. ഇല്ല, സച്ചിയേട്ടൻ സവാരിക്ക് പോയതാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് കേട്ടോ ലക്ഷ്മി ചോദിക്കുന്നത്. പുതിയ പെണ്ണ് വന്നതിന് ശേഷം സച്ചിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം ഒരു വിധത്തിൽ അമ്മ അടങ്ങി എന്ന് പറയാണ്. നിനക്കും അതുപോലെ സച്ചിക്കിടയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല അമ്മേ, ഞങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മി നമ്മുടെ രേവതിയുടെ കഴുത്തിൽ മഞ്ഞക്കയറ് കിടക്കുന്നത് കാണുന്നത്. എടി, നിന്റെ താലി എവിടെ പോയി? എന്താ മാറ്റാനോ മറ്റോ കൊടുത്തതാണോ? താലിയും അതിന്റെ കൂടെ മണിയൊക്കെ നീ മഞ്ഞക്കയറിനകത്ത് കെട്ടിയിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് അമ്മ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താ പ്രശ്നം, നിന്റെ മുഖം അത്ര ശരിയല്ലല്ലോ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതൊക്കെ ഞാൻ പിന്നെ പറയാം അമ്മ എന്നുള്ള കാര്യം പറയണേ. എന്ത് പിന്നെ പറയാനടി? അങ്ങനെ ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. എന്തായാലും നീ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അമ്മയെ ഞാൻ വീട്ടിൽ സാധനം മേടിച്ചിട്ട് വേണം പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ വീട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ ലക്ഷ്മി. അങ്ങനെ വീട്ടില് രേവതിയും രേവതിയുടെ അനിയത്തിയും അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും രേവതി നീ കാര്യം പറ, എന്താ സംഭവിച്ചത്? സ്വർണത്തിലുണ്ടായിരുന്ന മാലയും വളയും ഒന്നും കാണുന്നില്ലല്ലോ, ആകെ കമ്മലും ഒരു വളയും മാത്രമേ ഉള്ളല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ദേവു പറയുന്നുണ്ട് കേട്ടോ, ഈ കമ്മലും അതുപോലെ വളയും അച്ഛമ്മ തന്നതല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. മറ്റ് സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ദേവു. അത് കഴിഞ്ഞിട്ട് രേവതി അനിയനും ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടന്റെ അച്ഛൻ മേടിച്ചു തന്നിരിക്കുന്ന ബാക്കി സ്വർണങ്ങളൊക്കെ എവിടെ? അതൊന്നും കാണുന്നില്ലല്ലോ ചേച്ചി. എന്താ രേവതി, ഞങ്ങളൊക്കെ ചോദിച്ചിട്ടും നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്താ സച്ചി പണയം വെക്കാനോ മറ്റോ എടുത്തോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇല്ലാന്ന് രേവതി പറയുന്നുണ്ടെങ്കിൽ പോലും ദേവു പറയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും, അല്ലാണ്ട് ചേച്ചി എന്തിനാ സ്വർണ്ണം തൊണ്ടാണ്ട് നടക്കുന്നത്? അങ്ങനെ മുഴുവൻ സ്വർണങ്ങളും അടവ് വെക്കാൻ മാത്രം എന്ത് കഷ്ടപ്പാടാ വന്നത്? എന്താ കാറിന്റെ ഡ്യൂ മറ്റോ കെട്ടാൻ വേണ്ടിയിട്ട് സച്ചി മേടിച്ചതാണോ? അമ്മേ, അത്രയും പണത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഡ്യൂ കെട്ടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും വണ്ടിക്ക് പ്രശ്നമോ മറ്റോ ആയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ശരത്ത്. പണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രേവതി എന്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നോ? ഞാൻ കുറി കൂടിയിട്ടില്ലേ, അതെടുത്ത് തരില്ലായിരുന്നു. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, ഞാൻ മേടിച്ചു തരില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് അവിടെ അതിനുമാത്രം പണം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ദേവു. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അല്ല ഞാൻ റെഡിയാക്കി കൊടുക്കൂ എന്നാണ് ഉദ്ദേശിച്ചത്. തുടർന്ന് ലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഇപ്പോൾ ഈ സ്വർണ്ണമൊക്കെ എടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതമ്മേ, സച്ചേട്ടനൊന്നും എടുത്തതല്ല, ഞാനായിട്ട് അമ്മയ്ക്കെല്ലാം ഊരി കൊടുത്തതാണ്. നീ എന്തിനാ അവർക്ക് ഊരി കൊടുത്തത്? എനിക്ക് അവരാണ് സ്വർണം കെട്ടിട്ട് എന്നെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് കുത്തി പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ അങ്ങ് ഊരി കൊടുത്തോ? അത് രവിയേട്ടൻ നിനക്ക് വേണ്ടിയിട്ട് കെട്ടിത്തന്നതാണ്. അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ അതങ്ങ് വിട്ടുകളഞ്ഞ പോരെ, നീ എന്തിനാ അത് ഊരി കൊടുത്തത്? അമ്മേ, അച്ഛൻ അപമാനപ്പെടുത്തിങ്ങാണ്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതെല്ലാം കേട്ടിട്ട് ചുമ്മാ ഇരിക്കണോ? അപ്പോഴേക്കും ദേവു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി പറഞ്ഞത്? അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനെ രേവതി ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശരത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് സംസാരമാണ് അവർ സംസാരിച്ചത്? അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരാരാണ്? അവരെന്താ പരിതാപ കല്യാണം എന്നൊക്കെ പറയുന്നത്? അവരെ മകൻ ഒളിച്ചോടി പോയതൊന്നും അവർക്കൊരു പ്രശ്നമല്ലേ? ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം അവർ മിണ്ടാതിരിക്കും. നീ ഇങ്ങനെയൊന്നും പോയിട്ട് കഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടായിരിക്കും നിന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ നമ്മളെ വിട്ടു പോയത്. അമ്മ ഇതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവുമെന്ന് വേണ്ട. എന്താ അമ്മ എൻ്റെ അടുത്ത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ പറയുന്നത്. ഇതെനിക്കൊരു പുതുമയൊന്നുമല്ല, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ഞാനും നന്നായിട്ട് പറഞ്ഞു. ചേച്ചി പറഞ്ഞതൊന്നും പോരാ. ചേച്ചി എനിക്ക് ഫോൺ ചെയ്തിട്ട് കൊണ്ടാ അവരുടെ അടുത്ത് ഇനി ഞാൻ കൂടുതൽ 4 വർത്താനം പറയാം. പക്ഷെ ലക്ഷ്മി പറയുന്നുണ്ട്, ദേവു നീ മിണ്ടാതിരിക്കേ. രേവതി അവരെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാതെ അങ്ങ് വിട്ടുകളഞ്ഞ പോരെ. അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഈ പറയുന്നത്? അതല്ല രേവതി, നീ ഇനിയും അവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്? അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും നിന്നെ കുത്തി നോവിക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ പിന്നെ ഇപ്പൊ എന്താ എന്നെ തങ്കത്തട്ടിൽ വെച്ചിട്ട് ആരാധിക്കുകയാണോ ചെയ്യുന്നത്? ഒന്ന് പോ അമ്മ അവിടുന്ന് എന്ന് കരുതിയിട്ട് രേവതി, നീ എന്തിനാ സ്വർണ്ണം എല്ലാം ഊരി കൊടുത്തത്? ഇതൊരു അവസരമായിട്ട് മുതലെടുത്തിട്ട് അവരതെല്ലാം കൈക്കലാക്കിയല്ലേ? അവര് തന്നിരിക്കുന്ന സ്വർണ്ണമൊക്കെ അമ്മ എന്തിനാ എനിക്ക്? അവര് അച്ഛനെ കുറിച്ചിട്ട് നാക്കിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഓരോന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ആ സ്വർണം വീണ്ടും ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യാവും. ചേച്ചി അവര് പറയുന്നതൊന്നും കേട്ടിട്ട് ചേച്ചി ചുമ്മാ ഇരിക്കാൻ വേണ്ടി പാടില്ല. സ്വർണ്ണൊന്നും ഊരി കൊടുക്കാണ്ട് തന്നെ കണക്കിന് കൊടുക്കണമായിരുന്നു അവർക്ക്.
ഇനി അവർ ജോലി പറയുന്ന സമയത്ത് ചേച്ചി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അവരുടെ അടുത്ത് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ. അപ്പോഴേക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കും ദേവു, അവൾ ഇപ്പൊ ചെയ്തതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ അതിന് വരാൻ വേണ്ടി പോകുന്നതെന്നറിയില്ല, പോരാത്തതിന് നീ എരിവരി കയറ്റി കൊടുക്കുവാണോ എന്ന് കരുതിയിട്ട് അവരെന്ത് പറയുന്നതെന്ന് കേട്ടിട്ട് ചേച്ചി ചുമ്മാ ഇരിക്കണം എന്നാണോ അമ്മ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എടി അവിടെ ഇപ്പൊ വലിയ വീട്ടിൽ നിന്ന് 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, പണം പണത്തിനോട് ചേരുള്ളൂ എന്നുള്ള കാര്യം പറയുന്നത് പോലെ അവരെല്ലാവരും ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതി ഒറ്റയ്ക്കാവും. അമ്മേ, ഞാൻ എങ്ങനെ അവിടെ തനിയാവുന്നത്? എനിക്ക് എന്റെ ഭർത്താവില്ലേ? ആണെങ്കിൽ പോലും മോളെ കുറച്ച് വിട്ടുകൊടുത്തിട്ട് പോണം, അവരെ കുറിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട. ഇത് കേൾക്കുമ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, അമ്മേ പണക്കാരൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ പണമില്ലാത്തവര് അവരുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് അമ്മ പറയുന്നത്. എടി ഇതിൽ പണമല്ലടി പ്രശ്നം, എല്ലാവരും തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂട്ടുകുടുംബമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് രേവതിക്ക് അത് മോശപ്പേര് വരും, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രേവതി നീ കുറച്ച് സഹിച്ചിട്ട് പോ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത്, അമ്മേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അമ്മ ഇതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ടെന്ന് പറയാണ് രേവതി. എന്തായാലും നീ താലി ചെയിൻ ഇടാൻ നോക്ക്, ഞാന് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ചീട്ടിക്ക് നിനക്ക് പണം എടുത്തു തരാം എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ തന്നെ ദിവസവും പൂവൊക്കെ കെട്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് അത്. ദേവുവിന്റെ കല്യാണത്തിന് ഉപകാരപ്പെടട്ടെ, അമ്മ അവൾക്ക് സ്വർണം മേടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അവളും പോകുന്നിടത്ത് എന്റെ അവസ്ഥയായിരിക്കും അവൾക്കും ഉണ്ടാവുക, നാണം കെട്ട് നിൽക്കേണ്ടി വരും. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വേണ്ട അമ്മ അത് ചേച്ചിക്ക് വേണ്ടി ചെയ്യേ. നീ എന്താ പറയുന്നത് ദേവു? ഭാവിയിൽ എന്തൊക്കെ കഷ്ടതകൾ വരും എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. നീ കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ സ്വർണം ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചേച്ചി തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തെറ്റ് തന്നെയാണ്. പക്ഷേ സ്ത്രീധനം കൊടുക്കുന്നവർ കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവർ അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. മുമ്പൊക്കെ സ്ത്രീധനമായിട്ട് എന്ത് കൊടുക്കും എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഭാഷയുടെ രീതി പറയും, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണിനെ കെട്ടിയച്ച് അയച്ചത് എന്നുള്ള കാര്യം ശരച്ച് ചോദിക്കുന്ന സമയത്ത് വരുന്ന പെൺകുട്ടികളെ എന്താണോ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചിട്ടാണ് വീട്ടിൽ മര്യാദ കിട്ടുമെന്നുള്ള കാര്യമാണ് സച്ചിയേട്ടൻ്റെ അമ്മ പറയുന്നത്. സ്വർണ്ണമൊന്നും ഇല്ലാണ്ടാണ് പോകുന്നതെങ്കിൽ ജീവിതാവസാനം വരെ ഒരു കഴിവില്ലാത്തടത്താണ് വന്നതെന്നുള്ള കാര്യം പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കണം. സ്ത്രീധനം വാങ്ങരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, പക്ഷെ മനുഷ്യന്റെ മനസ്സ് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ. അവരായിട്ട് മാറിയാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ദേവു പറയുന്നത്, നീ കുറച്ച് ഉഷാറായിട്ടിരുന്നോ. അമ്മേ അവൾക്ക് നന്നായിട്ട് അമ്മ സ്വർണ്ണാഭരണങ്ങളൊക്കെ ചേർത്ത് വെക്ക്. രേവതി നീ താലിയെങ്കിലും മേടിക്ക്, ഞാൻ പണം തരാം. അതൊന്നും വേണ്ട അമ്മേ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സച്ചിയേട്ടൻ എനിക്ക് മേടിച്ചു തരൂ എന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. സച്ചിയേട്ടനാണെങ്കിൽ എനിക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സച്ചിയേട്ടൻ മേടിച്ചു തരും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോട്ടെ, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വേണം വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അതിനും ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയേട്ടൻ്റെ അമ്മ ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണേ. അത് കഴിഞ്ഞ് രേവതി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്താനുണ്ടോ. ആ സമയത്ത് ചന്ദ്രമതി ചോദ്യം ചെയ്യുന്നുണ്ട്, എവിടെ ഊര് ചുറ്റിട്ട് വരിക എന്നുള്ള കാര്യം. വെളിയിൽ പോയിട്ട് വരിക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഊര് ചുറ്റുക എന്നുണ്ടോ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. പിന്നെ നീ എന്താ ഈ ഏരിയയിലെ കൗൺസിലറോ മറ്റോ ആണോ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി വരാൻ വേണ്ടിയിട്ട്? നിങ്ങൾ തന്നെ കടയിൽ പോയിട്ട് ഇതെല്ലാം മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഓ അത് ശരിയാ, പറഞ്ഞതെല്ലാം മേടിച്ചോ? ആ വാങ്ങിയെന്ന് രേവതി പറയുമ്പോൾ, ഇതെല്ലാം വാങ്ങുന്നതിന് നിനക്ക് ഇത്രയും നേരമോ? പെട്ടെന്ന് തന്നെ മേടിച്ചു വരാൻ അറിയില്ലേ? കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ഊര് മറ്റും ചുറ്റിയിട്ട് വരികയാണല്ലേ? അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ കടയിൽ പോയിട്ട് ഇരുന്നിട്ട് വരികയാണോ? ഞാൻ എവിടെയും പോയിട്ടില്ല, ഒരാൾ തന്നെ മാർക്കറ്റിലും മീൻ കടയിലും പച്ചക്കറി കടയിലും എല്ലായിടത്തും പോയിട്ട് വാങ്ങിയിട്ട് വരണ്ടേ? അതിനെന്താ ഇപ്പോ ഞാനും നിന്റെ കൂടെ വരണം എന്നാണോ നീ പറയുന്നത്? സഞ്ജയ് ദുഃഖി, ചെറിയ സാധനങ്ങൾ കടയിൽ പോയി വാങ്ങുന്നത് നിനക്ക് വലിയ ജോലിയായി പോയോ? എന്തോ വർഷയെ പോലും അതുപോലെ ശ്രുതിയെയും പോലെയും ജോലിക്ക് പോയിട്ട് വരുന്ന പോലെ സംസാരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതും ജോലി തന്നെയാണമ്മേ, ഇങ്ങനെ പോയാ നീ ശമ്പളം ചോദിക്കല്ലോ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയണേ. തന്ന കാശിന് എല്ലാം മേടിച്ചില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇനി അതൊന്നും വേറെ ചെലവൊന്നും ആക്കിയില്ലല്ലോ, അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും വീട്ടിലേക്ക് വാങ്ങുന്നതല്ലേ, അതിനനുസരിച്ചിട്ടുള്ള പണിയൊന്നുമല്ല എനിക്ക് തന്നത്. എന്താ നിന്റെ ഭർത്താവാണ് ഇതിനെല്ലാം കാശ് തരുന്നെന്നുള്ള കാര്യം പറഞ്ഞു കാണിക്കുകയാണോ നീ? എന്താടി നീ ഉനക്കൊന്നും പറയാനില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അതിന് മറ്റൊരർത്ഥാണ് കാണുക. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. വേഗം പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പണി നോക്ക്. ശ്രുതിക്ക് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ വർഷയ്ക്കാണെങ്കിൽ കുറച്ച് കോൾഡാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പറയണേ. ചിക്കൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നമ്മുടെ ശ്രീകാന്തിന് സ്തുതിക്കുവാണ്. രേവതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, നീ എന്താ നോക്കി നിൽക്കുന്നത്? അവരെല്ലാം ജോലി കഴിഞ്ഞിട്ട് ടയർഡായിട്ടാണ് വരിക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടാണ് കേട്ടോ. അങ്ങനെ രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് കുറെ തുണികൾ എടുത്തിട്ട് ചന്ദ്രമതി രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ എറിയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അലക്കിയിടാൻ വേണ്ടി പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴും രേവതിയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടല്ലോ, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. എന്താ രേവതി പണിയൊന്നും കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇതാ ക്ലീൻ ചെയ്തിട്ട് പാത്രം കൂടി കഴുകാനുണ്ടെന്ന് പറയുകയാണേ.
നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും തീരില്ല. ഈ വീട്ടിൽ 8 പേരുണ്ട്, അവരുടെ എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണോ? അങ്ങനെ വാഷ് ബേസിനിൽ കിടക്കുന്നത് കാണാൻ കേട്ടോ. ആരാണ് ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകാത്തത്? എന്താ അവർ കഴിച്ച പാത്രം പോലും കഴുകാൻ അറിയില്ലേ? അച്ഛന് വയ്യ, അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യും. മറ്റുള്ളവർക്കൊന്നും കൈകാലില്ലേ? ആരാ ഇത് കഴിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് പാത്രം എടുക്കുമ്പോഴേക്കും രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, സച്ചിയുടെ മാറി നിൽക്ക്, മതി മതി, സച്ചിയുടെ പോയിട്ട് കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാന്നുള്ള കാര്യം പറയുമ്പോൾ അതല്ലേ ഞാൻ വിളിച്ചപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നതെന്ന്. ആ പറഞ്ഞിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. പാലെന്തെങ്കിലും എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയുകയാണേ. ആ ശരി, ഞാൻ വരാം സച്ചിയേട്ടെന്ന് പറയണം. അങ്ങനെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. റൂമിലേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ട് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി. അതിനിടയ്ക്ക് നമ്മുടെ രേവതിയാണെങ്കിൽ കയ്യും കാലും ഒക്കെ വേദനിച്ചിട്ട് ഇങ്ങനെ കൈ ഒഴിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നീ ഒരു പടത്തിൽ കണ്ടിട്ടില്ലേ എല്ലാ ജോലിയും ഒരു പെണ്ണ് ചെയ്യുന്നത് പോലെ? അതുപോലെ നീ എല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആര് ചെയ്യാനാ? ഈ വീട്ടിലെന്താ വേറെ പെണ്ണുങ്ങൾ ആരുമില്ലേ? എന്തിനാ നീ എല്ലാ ജോലിയും ചെയ്യുന്നത്? പുതിയ 2 പേര് വന്നിട്ടില്ലേ? അവർ 2 പേരും രാവിലെ തന്നെ ജോലിക്ക് പോയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോയിട്ട് വന്നിട്ട് അവർക്ക് ചെയ്തൂടെ? അവര് ടയേർഡായിട്ടല്ലേ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അപ്പോൾ നിനക്ക് ടയേർഡൊന്നുമില്ലേ? രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി മുതൽ വരെ നീ നിൽക്കാണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഉറങ്ങുന്ന പോലുമില്ല, കണ്ണിലെ കണ്ണൊക്കെ ഉള്ളിൽ പോയി കിടക്കുവാണ്. അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ, അതൊക്കെ സച്ചേട്ടന് വെറുതെ തോന്നുന്നതാണ്. നോക്ക് രേവതി, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ നീ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ജോലി. ആരും നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരില്ല, ആർക്കും നിന്നോടൊരു സിമ്പതിയും തോന്നില്ല, മനസ്സിലായോ? വീണ്ടും വീണ്ടും ജോലി മാത്രം നിനക്ക് തരൂ. ഇവിടെ മാത്രമല്ല വെളിയിലും അങ്ങനെ തന്നെയാണ്. ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ചോദിക്കാണ്ട് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അടുത്തവരെ ചുമക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തലയിൽ കയറി ഇരുന്നിട്ട് വീട് തന്നെ അതിന്റെ മേലെ കയറ്റി വെക്കും. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കരുത്. ഇത് ആര് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാ. അധികം വൈകാതെ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ വീട്ടിൽ ഒരു ജോലിക്ക് ആളെ വെക്കണം. മുമ്പ് ഒരു ചേച്ചി ഇവിടെ ജോലിക്ക് നിന്നതായിരുന്നു രേവതി. നമ്മുടെ കല്യാണത്തിന് ശേഷമാണ് അമ്മ അവരെ ഇവിടുന്ന് ജോലി എന്ന് പറഞ്ഞു വിട്ടത്. നീ വന്നതോട് കൂടിയിട്ട് എല്ലാ ജോലിയും നിന്റെ തലയിലിട്ടു. നീയാണെങ്കിൽ മെഷീന്റെ പോലെ ഓടി ഓടി എല്ലാ ജോലിയും ചെയ്യുന്നു. സാധാരണ മെഷീൻ വരെ ജോലി കൂടുതലായി കഴിഞ്ഞാൽ നിൽക്കും. മനുഷ്യന് എന്താവാനാ? ഞാനെന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയാം ജോലിക്ക് ഒരാളെ വെക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നിന്നെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് മാറ്റും. അതിരിക്കട്ടെ, നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് പറയണേ. ഇന്ന് എന്താ ഉണ്ടാക്കിയത് ഫുഡ്? ശ്രുതിക്ക് മീൻകറി ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി. വേറെന്താ ഉണ്ടാക്കിയത്? വർഷയ്ക്ക് ജലദോഷം ആയതുകൊണ്ട് ചിക്കൻ സൂപ്പ് ചെയ്തു കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും ചീരക്കറി ഉണ്ടാക്കി. പിന്നെ ശ്രീകാന്തിനും ശ്രുതിക്കും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ടാക്കി. എല്ലാവർക്കും വേണ്ടിയിട്ട് നീ ഇതൊക്കെ ചെയ്തു, നിനക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ജോലി ചെയ്തു എന്നുള്ള കാര്യം പറയണേ. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ബാക്കി വന്നത് ഞാനും കഴിച്ചു. രാവിലെ നേരത്തെ എണീക്കണം, ഞാൻ ഉറങ്ങട്ടെ. നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറയണേ. അങ്ങനെ രേവതി കിടക്കാണ്. സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സച്ചി ഇതിനൊരു പരിഹാരം കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ചന്ദ്രമതിക്ക് നല്ല 8ന്റെ പണി തന്നെ ആയിരിക്കും. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്